UAE അടക്കം പല ഗൾഫ് രാജ്യങ്ങളിലും നബിദിനത്തിൻ്റെ നീണ്ട അവധി എത്തുകയാണ്. നാട്ടിലെ മഴ മിസ്സായവർക്ക് ഒരു ഓപ്ഷനുണ്ട്, സലാല. മഴയും വെള്ളച്ചാട്ടങ്ങളുമായി സലാല അതിഥികളെ കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 21 വരെയാണ് ഖരീഫ് സീസൺ. ആയിരങ്ങളാണ് ഇപ്പോഴും വേനൽക്കാലത്ത് മഴയുടെ കുളിരാസ്വദിക്കാൻ സലാലയിലേക്ക് ഒഴുകുന്നത്. മനോഹരമായ ഒരു ഖരീഫ് കാലം കൂടി ലോഫാർ മേഖലയെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നു. ഏഷ്യയുടെ സമ്മർ ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയായി സലാല വളരുകയാണ്. ഓരോ വർഷവും ഖരീഫ് സീസണിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര സഞ്ചാരികളാണ് ഇക്കുറി അധികവും എത്തിയത്. അസ്ഥിര കാലാവസ്ഥ ഇടയ്ക്ക് സഞ്ചാരികളെ കുറച്ചെങ്കിലും ഖരീഫ് അവസാനത്തിലേക്ക് അടുക്കുന്തോറും സലാല കൂടുതൽ മനോഹരമാവുകയാണ്. താഴ്ഭാഗത്തെ അരുവികൾ കൂടി നിറഞ്ഞൊഴുകിയതോടെ സലാല ഇപ്പോൾ കൂടുതൽ സുന്ദരിയായി. എവിടെയും പച്ചപ്പിൻ്റെ കാഴ്ചകൾ മാത്രം. ഖരീഫിൻ്റെ ഏറ്റവും മനോഹര ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. സലാലയിൽ ഞാനിപ്പോൾ 3-ാം തവണയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്, കാണണമെന്ന് ഒരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ പറയില്ലേ, നമ്മൾ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും അതിമനോഹരം. നാട്ടിൽ നമ്മളൊരു വാഗമണ്ണ് മൂന്നാറൊക്കെ പോയ ഒരു ഫീലാണ് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ. കോടയും മലയും പച്ചപ്പും, റിയലി നൊസ്റ്റാൾജിക്. ദുബായിലൊരു 48 ഡിഗ്രി ചൂടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു വേറൊരു വേറൊരു ലോകത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ GCCയിൽ തന്നെയുള്ള സ്ഥലമാണെങ്കിലും ഒരു വേറൊരു യൂണിവേഴ്സ് പോലെ നമുക്ക് തോന്നുന്നത്. വാദി ദർബാത്തിലെ ബോട്ടിങ്ങും ഐൻഹോർ, ഐൻ എന്നിവിടങ്ങളിലെ വെള്ളച്ചാട്ടങ്ങളും വാക്കുകൾക്കതീതമായ അനുഭൂതിയാണ് ഓരോ യാത്രികനും സമ്മാനിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകട സാധ്യതയുള്ള എല്ലായിടത്തും സുരക്ഷാ ഗാർഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. മഴയും തണുപ്പും ആസ്വദിക്കാനെത്തുന്നവർ രാവിലെ മല കയറും. വൈകുന്നേരത്തോടെ നഗരത്തിലേക്ക് തിരികെ എത്തുകയാണ് ചെയ്യുക. ഈ സമയത്താണ് ലോഫാർ മുനിസിപ്പാലിറ്റി സലാലയുടെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഒരുക്കുന്നത്. ഇത്തീൻ സ്ക്വയറിലാണ് പ്രധാന പരിപാടി. അറബ് ലോകത്തെ മുൻനിര ആർട്ടിസ്റ്റുകളാണ് ഈ പരിപാടികളിലെ പ്രധാന ആകർഷണം. ലേസർ, ഡ്രോൺ ഷോകൾ എല്ലാ ദിവസവുമുണ്ട്. വിവിധ പാർക്കുകളിൽ കുട്ടികൾക്കായി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗത മത്സരങ്ങളും നാടക പ്രദർശനവും ഇതോടൊപ്പം നടന്നു വരുന്നു. ഈ വർഷം മറ്റുള്ള വർഷങ്ങളെക്കാൾ ജനങ്ങൾ കൂടുതലാണ്, കുറവില്ല. പക്ഷേ എന്നാലും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടൊരു 10 ദിവസം മഴ ഒരു ശകലം കുറഞ്ഞിരുന്നു. അതിൻ്റെ കൂടി കൂട്ടിയിട്ട് വരും ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. പിന്നെ പല ഉറവകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രാവശ്യം ആദ്യമേ ഉണ്ടായില്ല. ഇടഭാഗം കൊണ്ട് അത് എല്ലാം സജീവമായിരുന്നു. സെപ്റ്റംബർ 21 കൂടിയാണ് ഖരീഫ് കാലം അവസാനിക്കുക. എന്നാൽ അറബ് സ്കൂളുകൾ ഈ ആഴ്ച തുറക്കുന്നതിനാൽ ഇനി സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു വരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവാണ് ഇക്കുറി രേഖപ്പെടുത്തിയത്.